നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് രാജിവെച്ച് പുതിയ മുഖം. ഇന്ത്യ പ്രതിപക്ഷ സഖ്യത്തിന് കനത്ത ആഘാതമേൽപ്പിച്ച് ബീഹാറിലെ മഹാസഖ്യം വിടാനൊരുങ്ങി JDU നേതാവ് നിതീഷ് കുമാറിന്റെ കളി മോദി സർക്കാരിന് മൂന്നാം തവണയും വരാനുള്ള അവസരം. ഇന്ത്യയിൽ സ്വാധീനമില്ല, പിന്തുണയില്ല, സ്വീകാര്യതയില്ല. അങ്ങനെ ഇന്ത്യ പ്രതിപക്ഷ സഖ്യത്തിന് കനത്ത ആഘാതമേൽപ്പിച്ച് ബീഹാറിലെ മഹാസഖ്യം വിടാനൊരുങ്ങി JDU നേതാവ് നിതീഷ് കുമാർ 1.5 വർഷം മുൻപ് വിട്ടിറങ്ങിയ NDAയിൽ തിരിച്ചെത്താൻ തയ്യാറെടുക്കുന്നു. നിതീഷ് ഞായറാഴ്ച മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചേക്കും. രാവിലെ നിയമസഭാ കക്ഷിയോഗം ചേർന്ന ശേഷമാകും ഗവർണർക്ക് രാജി സമർപ്പിക്കുകയെന്നാണ് സൂചന. ഞായറാഴ്ച വൈകിട്ട് സത്യപ്രതിജ്ഞയുണ്ടായേക്കും. എന്നാൽ മുന്നണി മാറ്റം സംബന്ധിച്ച് നിതീഷ് പ്രതികരിച്ചിട്ടില്ല. അതേസമയം ഇക്കുറി BJPയുടെ സ്വന്തം മുഖ്യമന്ത്രി വേണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ ഉയരുന്നുണ്ട്. ശനിയാഴ്ച വൈകിട്ട് പട്നയിൽ തിരക്കിട്ട രാഷ്ട്രീയ നീക്കങ്ങളാണ് അരങ്ങേറിയത്. സോണിയാഗാന്ധി വിളിച്ചെങ്കിലും നിതീഷ് ഫോൺ എടുത്തില്ല. RJD JDU നേതാക്കൾ പ്രത്യേക യോഗം ചേർന്നു. BJPയുടെ സംസ്ഥാന നേതാക്കൾ കേന്ദ്ര നേതൃത്വവുമായി നിരന്തരം ആശയവിനിമയം നടത്തി. നിതീഷിനെ മുന്നണിയിൽ പിടിച്ചു നിർത്താൻ കോൺഗ്രസ് നേതൃത്വം ശനിയാഴ്ച രാത്രി വൈകിയും ശ്രമങ്ങൾ നടത്തിയെങ്കിലും വിജയിച്ചില്ല. നിതീഷിന് മുന്നണി മാറ്റം പുതുമയല്ല. 20 വർഷം NDA സഖ്യത്തിൽ, പിന്നീട് 4 വർഷം മഹാസഖ്യത്തിൽ. എന്തുകൊണ്ട് നിതീഷ് വീണ്ടും BJPയിൽ ചേരുന്നു എന്ന് ചോദിച്ചാൽ ഒരു തീരുമാനത്തിന് പിന്നിൽ ഇന്ത്യ മുന്നണിക്ക് വ്യക്തമായ സ്വാധീനമുണ്ടെന്ന് കരുതേണ്ടി വരും. വിവിധ രാഷ്ട്രീയ ചേരികളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നപ്പോൾ താൻ അവിടെ അപ്രസക്തമാക്കപ്പെടുമോ എന്ന ഭയം നിതീഷിനുണ്ടെന്ന് ഇപ്പോഴത്തെ മാറ്റങ്ങളെ അപഗ്രഥിക്കുന്നവർ പറയുന്നു. നിരവധി രാഷ്ട്രീയ ചാണക്യന്മാർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായുണ്ട്. ഇന്ത്യ സഖ്യ രൂപീകരണത്തിന് മുൻപന്തിയിൽ ഉണ്ടായിരുന്നെങ്കിലും സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാനുള്ള നീക്കങ്ങൾക്ക് കാര്യമായ പിന്തുണ അദ്ദേഹത്തിന് കിട്ടിയില്ല. പലപ്പോഴും അദ്ദേഹം നടത്തിയ നീക്കങ്ങൾ അവഗണിക്കപ്പെടുകയും ചെയ്തു. ബാംഗ്ലൂരിൽ വെച്ച് നടന്ന മുന്നണിയുടെ 2ാം യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനത്തിൽ പോലും പങ്കെടുക്കാതെയാണ് നിതീഷ് പട്നയിലേക്ക് തിരികെ പോയത്. മുംബൈയിൽ വെച്ച് നടന്ന 3ാം യോഗത്തിലും നിതീഷിന് തൃപ്തി ഉണ്ടായിരുന്നില്ല. ഒക്ടോബറിൽ CPIയുടെ റാലിയിൽ വെച്ചാണ് ആദ്യ വെടി പൊട്ടിച്ചത്. ഇന്ത്യ മുന്നണിയുടെ സീറ്റ് വിഭജനം വൈകിപ്പിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണെന്നായിരുന്നു ആ പരാമർശം. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, തെലങ്കാന സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിന്റെ സമയമായിരുന്നു അത്. 3 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് വൻ പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ നിതീഷ് ആക്രമണം രൂക്ഷമാക്കി. ബീഹാറിലെ പാർട്ടിയുടെ വളർച്ചയെ RJD കോൺഗ്രസ് സഖ്യം ബാധിക്കുന്നുവെന്ന ചിന്ത വന്നതോടെ NDA തന്നെയാണ് ഭാവി എന്ന് അദ്ദേഹം ചിന്തിച്ചേക്കാമെന്നാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത്. നിതീഷ് കുമാറിന്റെ നീക്കങ്ങളെ ചെറുക്കാൻ കോൺഗ്രസും RJDയും ശ്രമം തുടങ്ങി. ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറാകണമെന്നും ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്യരുതെന്നും ഉപമുഖ്യമന്ത്രിയും RJD നേതാവുമായ തേജസ്വി യാദവ് MLA-മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറുകണ്ഠം ചാടാതിരിക്കാൻ MLA-മാർക്ക് മേൽ കർശന നിരീക്ഷണം നടത്തുന്നുണ്ടെന്ന് റിപ്പോർട്ടുണ്ട്. നിതീഷിനോട് ഇടഞ്ഞ് നിലവിൽ NDAയുടെ ഭാഗമായി നിൽക്കുന്ന ജിതൻ റാം മാഞ്ചിയ ഇന്ത്യ സഖ്യത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കവും നടക്കുന്നു. രാഹുൽ ഗാന്ധി മാഞ്ചിയുമായി സംസാരിച്ചുവെന്നാണ് വിവരം. 122 കേവല ഭൂരിപക്ഷമായി വേണ്ടത്. കോൺഗ്രസ്, RJDയും മാഞ്ചിയും ഒക്കെ ചേർന്നാലും 122 തികയ്ക്കുക പാടാണ്. അതുകൊണ്ട് തന്നെ JDUവിന്റെ MLA-മാരെ രാജിവെപ്പിക്കാനുള്ള അണിയറ നീക്കങ്ങളും സജീവമാണ്.